Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. KSTP റോഡിൽ ഇരിണാവ് കൊട്ടപ്പാലത്ത് ലോറിയിടിച്ച് സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം. കൊട്ടപ്പാലത്തിന് സമീപത്തെ VT രഞ്ജിത്താണ് മരിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF പ്രവർത്തകർക്ക് നേരെ വ്യാപകമായി അക്രമമെന്ന് പരാതി. പരിക്കേറ്റ UDF പ്രവർത്തകരെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സമീപനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും അത് എതിർത്തുകൊണ്ട് വനിതകൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ പയ്യന്നൂർ നഗരസഭയിൽ LDF-UDF സംഘർഷത്തിൽ LDF പ്രവർത്തകരെ ആക്രമിച്ചതായി പരാതി. പരിക്കേറ്റ പ്രവർത്തകർ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ചികിത്സ നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ UDF പ്രവർത്തകർ നടത്തിയ അക്രമത്തിൽ നിരവധി LDF പ്രവർത്തകർക്ക് പരിക്കേറ്റതായി പരാതി. തൃക്കരിപ്പൂർ മട്ടമ്പലിലും വലിയ പറമ്പിലെ മാടക്കാലിലും നടന്ന അക്രമത്തിൽ പരിക്കേറ്റ 9 പേരെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. KSTP റോഡിൽ ഇരിണാവ് കൊട്ടപ്പാലത്ത് ലോറിയിടിച്ച് സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം. കൊട്ടപ്പാലത്തിന് സമീപത്തെ VT രഞ്ജിത്ത് ആണ് മരിച്ചത്. അപകടം ഇന്ന് രാവിലെ 7:30 പിലാത്തറ പഴയങ്ങാടി KSTP റോഡിൽ പയ്യട്ടം ബാങ്കിന് മുൻവശത്ത് വെള്ളിയാഴ്ച രാവിലെ 7:30 അപകടമുണ്ടായത്. കൊട്ടപ്പാലത്തിന് സമീപത്തെ ഫ്ലോർ മിൽ ഉടമ VT രഞ്ജിത്താണ് മരിച്ചത്. പ്രഭാത സവാരി കഴിഞ്ഞ് മടങ്ങിയതായിരുന്നു. സൈക്കിളിൽ ഒപ്പമുണ്ടായിരുന്ന മകനെ വീടിന് സമീപത്തെ റോഡരികിൽ ഇറക്കിയ ശേഷം വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നതിനിടയിലാണ് സംഭവം. പക്ഷേ ഇവര് നടന്നിട്ട് വന്ന് സൈക്കിൾ കൊണ്ടവിടെ വന്ന് അവിടെ നിന്ന് കുട്ടീനെ അവിടെ ഇറക്കി എന്നിട്ട് തിരിച്ചു പോകുന്ന നോക്കി ഇവർ വീട്ടിലേക്ക് എടുത്തിട്ടാണല്ലോ വീട്ടിലേക്ക് തിരിച്ച് വരുന്നതാണ്. അപ്പോഴാണ് വണ്ടി അങ്ങനെ ഇറങ്ങി വന്നതാണ് ഇത് ലോറി. എന്നിട്ട് ഇതെല്ലാം അടിച്ച് തകർത്തിട്ട് സൈക്കിളിൻ്റെ ഇടയ്ക്ക് ഉള്ളിലാവുകയും ചെയ്ത് ആളപ്പം തന്നെ പോയി നേരം. പാപ്പിനിശ്ശേരി ഭാഗത്തു നിന്നും കണ്ണപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് ഇടിച്ചത്. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. റോഡരികിലെ കപ്പാലത്തിൽ ഇടിച്ചാണ് ലോറി നിന്നത്. ലോറിയുടെ അടിയിൽ നിന്ന് അപകടത്തിൽപ്പെട്ടയാളെ വലിച്ചെടുക്കുകയായിരുന്നു. ഇവിടെ അപകടം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ലോറി ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ പാപ്പിനിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF പ്രവർത്തകർക്ക് നേരെ വ്യാപകമായി അക്രമമെന്ന് പരാതി. പരിക്കേറ്റ UDF പ്രവർത്തകരെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിൽ UDF പ്രവർത്തകർക്ക് നേരെ വ്യാപകമായി മർദ്ദനമുണ്ടായതായി പരാതി. മർദ്ദനമേറ്റവരെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 16-ാം വാർഡ് കണ്ടോത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആത്മജ നാരായണൻ, 39-ാം വാർഡ് സ്ഥാനാർത്ഥി ഗീതാ ദിനേശന്റെ ഭർത്താവ് ദിനേശൻ, മകൻ ആദിത്യൻ, INTUC മണ്ഡലം പ്രസിഡന്റ് വിനോദ് കുമാർ, വാർഡ് 41-ൽ കോൺഗ്രസ് പ്രവർത്തകനായ രാജേഷ് P എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദനമേറ്റവരെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സന്ദർശിച്ചു. തടയുന്നതിനിടയിലാണ് അക്രമം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം നടന്നുകൊണ്ട് ചെയ്യാമെന്നപ്പോൾ ഞങ്ങളതിനെ എതിർത്തുകൊണ്ടിരുന്നു. അതിനിടയിലാണ് അവർ കഴുത്തിനടിക്കുകയും കസേര എടുത്തടിക്കുകയും ഒക്കെ അക്രമം വളരെ രീതിയിൽ അടിച്ചിട്ടുണ്ട്. ഒരുപാട് DYFI CPI പ്രവർത്തകർ പോളിംഗ് റൂമിലേക്ക് അടിച്ചു കയറുകയാണ് ഉണ്ടായത്. എല്ലാവരും നിരന്തരം വളരെ മോശമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുകയും ഞങ്ങൾക്കെതിരെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സമീപനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും
അത് തീർത്തുകൊണ്ടാണ് വനിതകൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കോൺഗ്രസ് പ്രവർത്തകരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. CPM വ്യാജ ID കാർഡ് ഉണ്ടാക്കി നിയമവിരുദ്ധമായി തിരഞ്ഞെടുപ്പിനെ നേരിടുകയായിരുന്നു. കള്ളവോട്ട് എതിർക്കാൻ ശ്രമിച്ച കോൺഗ്രസ് ഏജന്റുമാരെ ഭീകരമായി മർദ്ദിക്കുകയുമായിരുന്നു CPM പ്രവർത്തകരെന്ന് മാർട്ടിൻ ജോർജ് ആരോപിച്ചു. ഇവർ ആദ്യം ഡീലിമിറ്റേഷൻ, അശാസ്ത്രീയമായ ഡീലിമിറ്റേഷൻ നടത്തി, അതിനുശേഷം കള്ളവോട്ടുകൾ ചേർത്തു, അതിനുശേഷം വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി. ഇങ്ങനെ എല്ലാ രീതിയിലും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. ആ കള്ളവോട്ടുകളെ എതിർത്തതിൻ്റെ പേരിലാണ് വനിതകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർക്ക് ഇവിടെ അക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ആത്മജ നാരായണൻ വാർഡ് 16 വാർഡ് സ്ഥാനാർത്ഥിയുടെ മകളാണ്. അവരെ കയറി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇതേ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി പവിത്രൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ ആത്മജ നാരായണനെതിരെ അക്രമം നടത്തി. അത് കൃത്യമായി ആ സ്പോട്ടിൽ തന്നെ അവിടുന്ന് കളക്ടറേറ്റിൽ നിന്ന് വിളിച്ച് ആ ആത്മനാരായണനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഇത്തവണയും ഇതേ പവിത്രൻ തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ സംഭവിച്ച അതേപോലെ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നു. ഇത് നിർബാധം തുടരുന്നതിന്റെ ഒരു തെളിവാണിത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ പയ്യന്നൂർ നഗരസഭയിൽ LDF-UDF സംഘർഷത്തിൽ LDF പ്രവർത്തകരെ ആക്രമിച്ചതായി പരാതി. പരിക്കേറ്റ LDF പ്രവർത്തകർ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ചികിത്സ നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ പയ്യന്നൂർ നഗരസഭയിൽ LDF-UDF സംഘർഷത്തിൽ LDF പ്രവർത്തകരെ ആക്രമിച്ചതായി പരാതി. പരിക്കേറ്റവർ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി. പയ്യന്നൂർ നഗരസഭ 39, 41 വാർഡുകളിലാണ് സംഘർഷമുണ്ടായത്. വോട്ട് ക്യൂ നിൽക്കുന്ന സമയത്ത് തന്നെ വോട്ട് അഭ്യർത്ഥിച്ച് അങ്ങനെയുള്ള വീഡിയോ എടുക്കുക, അങ്ങനെയുള്ള ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവസാനം ഈ ഇലക്ഷൻ അവസാനിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു അരുൺകുമാർ എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഈ അരുണ് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്ന് ചോദിച്ച് പുറത്തേക്ക് പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരു ഇരുമ്പ് പൈപ്പ് ഉണ്ടായിരുന്നു. ആ പൈപ്പ് കൊണ്ടാണ് ആദ്യം അടിച്ചത്. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് യദു കൃഷ്ണൻ, സെക്രട്ടറി ഷാഹിദ് M, ബ്രാഞ്ച് സെക്രട്ടറി ദിലീപ് കുമാർ NM, വിനു VM തുടങ്ങിയവർക്കാണ് പരിക്കേറ്റത്. അവസാനമായ ഘട്ട സമയത്ത് നമ്മളെ വോട്ടർമാരെ തിരിച്ച് കൊണ്ടുവിടുന്ന സമയത്ത് ഞാൻ എൻ്റെ തൊട്ടടുത്ത ബ്രാഞ്ച് സെക്രട്ടറിയായ വിനുവാട്ടിനും കൂടി വോട്ടർമാരെ കൊണ്ടുവിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഒരു പ്രകോപനവും ഇല്ലാണ്ട് കണ്ടക്കോരം മുക്കിൽ വെച്ചിട്ട് രാജേഷ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ക്രിമിനലിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം നമ്മൾ ആക്രമിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ UDF പ്രവർത്തകർ നടത്തിയ ആക്രമത്തിൽ നിരവധി LDF പ്രവർത്തകർക്ക് പരിക്കേറ്റതായി പരാതി. തൃക്കരിപ്പൂർ മട്ടമ്പലിലും വലിയ പറമ്പിലെയും മാടക്കാലിലും നടന്ന ആക്രമത്തിൽ പരിക്കേറ്റ 9 പേരെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലിയപറമ്പ് മാടക്കാലിലെ LDF പ്രവർത്തകരായ TC രൂപേഷ്, കിരൺ പ്രകാശ്, C നവീൻ, C അഭിനവ് എന്നിവരെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ആക്രമിച്ചതെന്ന് പറയുന്നു. വളരെ സമാധാനപരമായ തെരഞ്ഞെടുപ്പാണ് മാടക്കാൽ 4-ാം വാർഡിനകത്തും 6-ാം വാർഡിനകത്തും ഇന്നലെ നടന്നത്. ഒരു പ്രശ്നങ്ങൾ ബൂത്തിനകത്തോ പുറത്തോ ഉണ്ടായിരുന്നില്ല. വൈകിട്ടോടെ ഒരുപാട് ചെറുപ്പക്കാർ, മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പക്കാർ മാടക്കാൽ സെൻറ്ററിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മാടക്കാൽ സെൻറ്ററിൽ വരികയും നമ്മളെ കുട്ടികളെ, DYFിൻ്റെ പ്രവർത്തകരെയും CPM അനുഭാവികളായ സഖാക്കളെയും ആക്രമിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ കണ്ടത്. തൃക്കരിപ്പൂർ മെട്ടമലിൽ വ്യാഴാഴ്ച വൈകുന്നേരമുണ്ടായ സംഘർഷത്തിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ P അമലിനെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായ ചെറുപ്പക്കാർ 200-ൽ കൂടുതൽ ആളുകൾ ഈ പ്രദേശത്ത് ബൂത്തിലേക്ക് വരികയും അവർ വന്നതിന് ശേഷം അവർ യാതൊരു കാര്യങ്ങളും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ ബൂത്ത് ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. ഈ ബൂത്ത് ആക്രമിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ അവിടെ സാക്ഷിയായിരുന്നു. പക്ഷേ ഇത്രയും പേരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരെ തടയാനോ അവരെ പിൻവലിപ്പിക്കാനോ സാധിച്ചില്ല. കാരണം പോലീസ് വളരെ കുറവായിരുന്നു. അതിനുശേഷം പോലീസ് വന്നു. ഇതിനിടയിൽ നമ്മുടെ പ്രവർത്തകരായ CPMൻ്റെ പ്രവർത്തകരായ
സജീവ പ്രവർത്തകരെ വളരെ ദാരുണമായ രീതിയിൽ അവർ ആക്രമിച്ചു. LDF പ്രവർത്തകരായ എസ് സജിലാൽ, പി സൗമിനി, ഉദിൽകുമാർ, എം റികേഷ് എന്നിവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന വിവിധ അക്രമ സംഭവങ്ങളിലായി ചന്ദര പോലീസ് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കോൺഗ്രസ് ബൂത്ത് ഏജന്റ് ഏറ്റുകുടുക്കയിലെ ഷിജു വികെയുടെ വീടിന് നേരെ ആക്രമണം. നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ലുകളും തകർത്തു. പോളിംഗ് ദിവസമുണ്ടായ വാക്കുതർക്കങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് ഷിജുവും പ്രവർത്തകരും പറയുന്നു. രാത്രി പോലീസ് സംരക്ഷണയിലാണ് ഷിജുവിനെ വീട്ടിൽ കൊണ്ടുവിട്ടതെന്നും അക്രമമുണ്ടാകുമെന്ന ഭയത്താൽ രാത്രി മാറി നിന്നുവെന്നും ഷിജു പറയുന്നു. കാറും ജനൽച്ചില്ലകളും തകർക്കുന്ന ശബ്ദം കേട്ട് ഷിജുവിന്റെ അമ്മ ഇറങ്ങി നോക്കിയെന്നും 10ഓളം പേർ സംഘത്തിലുണ്ടായിരുന്നുവെന്നും ചിലരെ തിരിച്ചറിയാൻ പറ്റുമെന്നും ഷിജു കൂട്ടിച്ചേർത്തു. നമ്മളോട് പറഞ്ഞത് ഇലക്ഷൻ കഴിയട്ടെ, നിങ്ങൾ ഈ BLOയുടെ വിഷയത്തിൽ തന്നെ ക്രൂസിലേറ്റിയാൽ ഇപ്പം ഇലക്ഷൻ കഴിയട്ടെ, ബാക്കി പിന്നെ കണ്ടോളാം എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തി വിടുകയുണ്ടായി. ഇന്നലെ ഞങ്ങൾ ബൂത്തിലിരിക്കാൻ വേണ്ടി ചെന്നു. രാവിലെ മുതലേ നമ്മളെ ബൂത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. പക്ഷേ ഞങ്ങൾ അതിലും അതിജീവിച്ചുകൊണ്ട് ബൂത്തിൽ തന്നെ ഇരുന്നു. ഒരു 3 മണിയോടെ ഞാനൊന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ബൂത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ എന്നെ റഫീഖ് വന്ന് കയ്യേറ്റം ചെയ്തു. റഫീഖിൻ്റെയും ശരത്തിൻ്റെയും നേതൃത്വത്തിൽ കയ്യേറ്റം ചെയ്യുകയുണ്ടായി. കയ്യേറ്റം ചെയ്തിട്ട് എന്നോട് പറയുകയുണ്ടായി, ഇനി നിന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഇനി നീ ഒന്ന് ജീവിക്കുന്ന കാണണം എന്നുള്ള രീതിയിൽ തന്നെ ഭീഷണിപ്പെടുത്തി. അല്ലെങ്കിൽ നീ ഇപ്പം ഇത് ഒഴിവാക്കി പോക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ ഭീഷണിയെ ഭയക്കാതെ ഞാൻ വൈകുന്നേരം പോളിംഗ് അവസാനിച്ച് പെട്ടി സീൽ ചെയ്യുന്നവരെ അവിടെ നിന്ന് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇതിൻ്റെ പോലീസ് പോയ ഉടനെ തന്നെ ഒരു 10-20 ബൈക്കുകളിലായിട്ട് CPM പ്രവർത്തകർ തൊട്ടടുത്തുള്ള ഒരു താമസമില്ലാത്ത വീട്ടിൽ സമ്മേളിക്കുകയുണ്ടായി. അതിനുശേഷം രാത്രി 12:15 കൂടിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ നേതാക്കന്മാർ പറഞ്ഞു തൽക്കാലം ഒന്ന് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുകയുണ്ടായി. അപ്പോൾ ഒരു 12:15 കൂടിയാണ് അമ്മയും ഭാര്യയും മക്കളും ഉള്ള എൻ്റെ വീട്ടിനെ അവർ ആക്രമിച്ചത്. അമ്മ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഒരു 10ഓളം ആൾക്കാർ ഇവിടുന്ന് ഓടി പോകുന്നതായിട്ട് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അമ്മയുടെ ആളെ തിരിച്ച് ചിലരെ കണ്ടാൽ മനസ്സിലാവുന്നുള്ള രീതിയിൽ അമ്മ സംസാരിച്ചിട്ടുണ്ട്. ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാൻ ഞങ്ങൾ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ്. അസുഖബാധിതനായ മകന്റെ ആവശ്യത്തിലേക്കാണ് കാർ വാങ്ങിയതെന്നും ഷിജു പറയുന്നു. അക്രമത്തിൽ 12ഓളം ജനൽച്ചില്ലകൾ തകർന്നു. കാറിന്റെ ചില്ലുകളും പൂർണ്ണമായും തകർന്നു. മാരുതി ഓൾട്ടോ 800 കാറാണ് തകർത്തത്. സംഭവം അറിഞ്ഞ് പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രതിപക്ഷം പോലുമില്ലാത്ത കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ CPM ആക്രമണം അഴിച്ചുവിടുന്നത് നിഷ്പക്ഷ വോട്ടെടുപ്പ് നടത്തിയാൽ പരാജയപ്പെടുമെന്ന ഭീതി മൂലമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഏറ്റുകുടുക്കയിൽ ആക്രമണം നടന്ന ഷിജുവിന്റെ വീട് സന്ദർശിച്ച ശേഷം നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് കൃത്യമായി അറേഞ്ച്ഡ് ആയിട്ട് ചെയ്തതാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായില്ല. കാരണം ഇവിടെ വീട്ടുടമസ്ഥ അവർ കുറച്ച് പേര് വന്ന് നിരീക്ഷണം നടത്തി പോകുന്നതും 4-5 പേര് ബൈക്കിൽ വന്ന് പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു നിരീക്ഷണം നടത്തി ആണ് അവരതിനനുയോജ്യമായ സമയം കണ്ടുപിടിച്ചാണ് ഈ കൃത്യം ഇവിടെ നിർവഹിച്ചത്. ഒരു ബൂത്തിലുണ്ടായ ബൂത്തിലുണ്ടായ വാക്കുതർക്കം, കാരണം കള്ളവോട്ടാണ് സ്ഥിരമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ കാലത്തും കള്ളവോട്ട് ചേർക്കുകയും അതോടൊപ്പം തന്നെ അത് ചെയ്യാൻ വേണ്ടി വരികയും ചെയ്യാം. അത് ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് ബൂത്തിൽ വർത്തമാനമുണ്ടാകുന്നത്. കാരണം കള്ളവോട്ടിനെ എതിർക്കുമ്പോഴാണ് അവിടെ അക്രമം സൃഷ്ടിക്കുന്നത്. ഇത് CPMൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ്. ഓപ്പൺ വോട്ട്, ഒരു ഓപ്പൺ വോട്ട് ചെയ്യേണ്ടതിനെ പലരെ കൊണ്ടും ചെയ്യിപ്പിക്കും, ഒരാൾ തന്നെ പലരെ ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ നടത്തുമ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളത് ഒരു UDFക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചതിൻ്റെ പേരിലാണ് ഇവിടെ ഈ വീട്ടിൻ്റെ ഇട്ടിരുന്ന കാറും അതുപോലെ തന്നെ അതുമാത്രമല്ല ഇതിനു മുമ്പും ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഭീഷണികൾ നേരിട്ടുകൊണ്ടാണ് ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് എന്ന് നമുക്കറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ, പിലിക്കോട്, വലിയപറമ്പ് പഞ്ചായത്തുകളിൽ UDF പ്രവർത്തകർക്കും നേതാക്കൾക്കും നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ UDF പ്രകടനം നടത്തി. ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച പ്രകടനത്തിന് ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി. Rocky,
വിവിധ ബൂത്തുകളിൽ കള്ളവോട്ട് തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് LDF പ്രവർത്തകർ നായ്ക്കുരണ പൊടിപാറ്റി ആക്രമിച്ചെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടുമാണ് UDF പ്രകടനം നടത്തിയത്. പ്രതിഷേധ പ്രകടനത്തിന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, DCC പ്രസിഡന്റ് PK ഫൈസൽ, സത്താർ വടക്കുംപാട്, PKC റൌഫ് ഹാജി, VK ബാവ, PV മുഹമ്മദ് അസ്ലം, S കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള അവസാന ശ്രമത്തിലാണ് UDF നേതൃത്വം. അതുകൊണ്ട് തന്നെ ആത്മസംയമനത്തോടുകൂടി ഈ അക്രമങ്ങൾക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ UDF തയ്യാറാണ്. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അധികാരികളോട് ഏതെങ്കിലും തരത്തിലുള്ള അധികാര തമ്പുരാക്കന്മാരെ പീഡിപ്പിക്കുന്നതിന് പകരം ന്യായമായ നിലയിൽ ഈ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് UDF ആവശ്യപ്പെടാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂരിന്റെ മുത്തശ്ശൻ വോട്ടർ പെരളം LP സ്കൂളിലെത്തി വോട്ട് ചെയ്തു. 104കാരനായ ഇദ്ദേഹം കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കരിവള്ളൂരിന്റെ മുത്തശ്ശൻ വോട്ടർ പെരളം ALP സ്കൂളിലെത്തി വോട്ട് ചെയ്തു. കരിവള്ളൂർ പെരളം പഞ്ചായത്തിൽ 10ാം വാർഡിലാണ് ഇദ്ദേഹത്തിന് വോട്ടുള്ളത്. ഓപ്പൺ വോട്ടാണ് രേഖപ്പെടുത്തിയത്. 104കാരനായ ഇദ്ദേഹം കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പ്രായാധിക്യമുള്ള അവശതകളുണ്ടെങ്കിലും വോട്ട് ചെയ്യാനുള്ള ആവേശത്തിന് ഒട്ടും കുറവുണ്ടായിട്ടില്ല. ഭാര്യയോടൊപ്പമാണ് വോട്ട് ചെയ്യാനെത്തിയത്. പെരളത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. വോട്ട് ചെയ്യുന്നതും എല്ലാവരെയും കാണുന്നതും ഏറെ സന്തോഷപ്രദമാണെന്ന് അമ്പു മുത്തശ്ശൻ പറയുന്നു. 104 വയസ്സായി വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വോട്ടിയില്ലെങ്കിൽ ജനങ്ങൾ ഈ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഒരു സന്തോഷമായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തെരഞ്ഞെടുപ്പ് ദിവസം പപ്പാരട്ട ഭാഗത്ത് വഴിതെറ്റിയെത്തിയ വൃദ്ധയെ പോലീസുകാർ വീട് അന്വേഷിച്ച് കണ്ടെത്തി വീട്ടിലെത്തിച്ചു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടയിലും ഇതിനുവേണ്ടി പോലീസുകാർ സമയം കണ്ടെത്തുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് ദിവസം പാപ്പാരട്ട ഭാഗത്ത് വഴിതെറ്റിയെത്തിയ വൃദ്ധയെ പോലീസുകാർ അവരുടെ വീടന്വേഷിച്ച് കണ്ടെത്തി വീട്ടിലെത്തിച്ചു. കാസർഗോഡ് ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ രവീന്ദ്രൻ, പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ ASI രമേശൻ, CPO ബേസിൽ ജോസഫ് എന്നിവരാണ് പാപ്പാരട്ട കള്ളുഷാപ്പിന് കിഴക്കുവശത്ത് താമസിക്കുന്ന വൃദ്ധയെ വീട്ടിലെത്തിച്ചത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ തിരക്കിനിടയിലും പോലീസുകാർ ഇതിനായി സമയം കണ്ടെത്തുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 14ാം ജില്ലാ സമ്മേളനം ഡിസംബർ 15 തിങ്കളാഴ്ച പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 14ാം ജില്ലാ സമ്മേളനം ഡിസംബർ 15 തിങ്കളാഴ്ച പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള കണ്ണൂർ നോർത്ത്, പയ്യന്നൂർ, തളിപ്പറമ്പ്, തലശ്ശേരി, ഇരിട്ടി എന്നീ ഏരിയ സമ്മേളനം പൂർത്തീകരിച്ചതിനു ശേഷമാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. സംസ്ഥാന സമ്മേളനം ജനുവരി മാസം അവസാന വാരം കാസർഗോഡ് ജില്ലയിൽ വെച്ച് നടത്തും. 14ാമത് കണ്ണൂർ ജില്ലാ പൊതുസമ്മേളനം രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് പ്രസീജു കുമാർ KV അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ നിയോജക മണ്ഡലം MLA TI മധുസൂദനൻ, എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ കൺസൾട്ടന്റ് ബാംഗ്ലൂർ ഡോക്ടർ TP സേതുമാധവൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് KV പ്രസീജു കുമാർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മധുസൂദനൻ, ജില്ലാ സെക്രട്ടറി ജഗത് പ്യാരി VC, ജില്ലാ ട്രഷറർ പോളചന്ദ്രൻ, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ MB സുബ്രഹ്മണ്യൻ, വർക്കിംഗ് കൺവീനർ രാജീവൻ T, പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് M ശശി, ഏരിയ സെക്രട്ടറി ലിനു TP എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആരെയും ആകർഷിക്കുന്ന വ്യത്യസ്ത മ്യൂറൽ പെയിന്റിംഗ് ആണ് റിട്ടയർഡ് പ്രധാനാധ്യാപികയായ ഇരിണാവിലെ K ശശികല വരയ്ക്കുന്നത്. തന്റെ 75ലേറെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്രദർശനം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. താവത്ത് ദേവിവിലാസം LP സ്കൂളിൽ നിന്നും പ്രധാനാധ്യാപികയായി വിരമിച്ചതിനു ശേഷമാണ് ഒഴിവു സമയങ്ങളിൽ ശശികല ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്.
മ്യൂറൽ പെയിന്റിങ്ങുകളും പ്രകൃതിയുടെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള അക്രിലിക് പെയിന്റിങ്ങുകളുമാണ് കൂടുതലായി വരയ്ക്കാറുള്ളത്. ഡിസംബർ 14 മുതൽ 19 വരെ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തോട് ചേർന്നുള്ള ക്ഷേത്രം സേവാസമിതി ഓഫീസിൽ ഒരുക്കുന്ന പ്രദർശനം 14 രാവിലെ എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. ഇത് 3ാമത്തെ സോളോ പ്രദർശനമാണ് നടത്തുന്നതെന്ന് ശശികല പറഞ്ഞു. ഇതിനോടകം 200-ലധികം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. വീട്ടിൽ ഒരു ആർട്ട് ഗാലറി തുടങ്ങണമെന്ന ആഗ്രഹമാണ് ശശികല ടീച്ചർക്കുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തവിടിശ്ശേരി കളരിക്കാൽ ശ്രീ വെള്ളാർകുളങ്ങര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഡിസംബർ 13 ശനിയാഴ്ച സമാപിക്കും. തവിടിശ്ശേരി കളരിക്കാൽ ശ്രീ വെള്ളാർകുളങ്ങര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവ സമാപനം ഡിസംബർ 13 ശനിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്, തുടർന്ന് വെള്ളാർകുളങ്ങര ഭഗവതിയുടെ പുറപ്പാട്, ഉച്ചയ്ക്ക് അന്നദാനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മണ്ഡലകാലത്ത് ക്ഷേത്രങ്ങളിൽ ഭജനയും സജീവമായി. ആലപ്പടമ്പ് ശ്രീ വേട്ടക്കൊരുമകൻ കോട്ടത്ത് നടത്തുന്ന ഭജനയ്ക്ക് നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. ആലപ്പടമ്പ് ശ്രീ വേട്ടക്കൊരുമകൻ കോട്ടത്തിൽ നടന്ന ഭജനയിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. ആലപ്പടമ്പ് ശ്രീ വേട്ടക്കൊരുമകൻ കോട്ടം മണ്ഡലകാലത്തോടനുബന്ധിച്ച് 41 ദിവസം ഭജന നടത്തിവരുന്നു. പുത്തൂർ ഗോവിന്ദൻ ഗുരുസ്വാമിയുടെയും കുറുവേലി രഘുഗുരുസ്വാമിയുടെയും നേതൃത്വത്തിലാണ് ഭജന നടക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പന്മാർ ഭജനയിൽ പങ്കുചേരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പത്മനാഭൻ VV, KP ശ്രീഹരി, CK ബാലൻ എന്നിവരാണ് ഭജനയ്ക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSTP റോഡിൽ ഇരിണാവ് കൊട്ടപ്പാലത്ത് ലോറിയിടിച്ച് സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം. കൊട്ടപ്പാലത്തിന് സമീപത്തെ വീട്ടി രഞ്ജിത്താണ് മരിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF പ്രവർത്തകർക്ക് നേരെ വ്യാപകമായി അക്രമമെന്ന് പരാതി. പരിക്കേറ്റ UDF പ്രവർത്തകരെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സമീപനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും അത് എതിർത്തുകൊണ്ട് വനിതകൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ പയ്യന്നൂർ നഗരസഭയിൽ LDF-UDF സംഘർഷത്തിൽ LDF പ്രവർത്തകരെ ആക്രമിച്ചതായി പരാതി. പരിക്കേറ്റ പ്രവർത്തകർ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ചികിത്സ നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ UDF പ്രവർത്തകർ നടത്തിയ അക്രമത്തിൽ നിരവധി LDF പ്രവർത്തകർക്ക് പരിക്കേറ്റതായി പരാതി. തൃക്കരിപ്പൂർ മട്ടമ്പലിലും വലിയ പറമ്പിലെ മാടക്കാലിലും നടന്ന അക്രമത്തിൽ പരിക്കേറ്റ 9 പേരെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.